കുംഭമാസത്തിലെ ആദ്യ ചതുർദശിയുടെ രാത്രിയാണ് ശിവരാത്രിയായി ആചരിച്ചു വരുന്നത്. കേരളത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈ ദിനം ഉത്സവാഘോഷങ്ങളുടേതാണ്. ഏറ്റവും പ്രസിദ്ധം ആലുവ ശിവരാത്രിക്കാണ്. ശിവരാത്രി ആഘോഷിക്കുന്ന ആലുവാപ്പുഴയുടെ മണൽപ്പുറം അന്നേ ദിവസം ഭക്തലക്ഷങ്ങളെ കൊണ്ട് നിറയും. രാത്രി പൂർണ്ണമായി ഉറക്കൊഴിച്ച് ശിവാരാധനയിൽ മുഴുകി നേരം വെളുപ്പിക്കും. ഇതിന് ശിവരാത്രി വ്രതം എന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് മുളച്ച താമരയിലാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. ബ്രഹ്മാവ് ചുറ്റും നോക്കിയിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ജലപ്പരപ്പിലൂടെ താഴേക്ക് നോക്കിയ ബ്രഹ്മാവ് വിഷ്ണുവിനെ കണ്ടതും "നീ ആര്?" എന്ന് ചോദിച്ചു. "ഞാൻ നിന്റെ പിതാവായ വിഷ്ണുവാണെന്ന് പറഞ്ഞത് കേട്ട ബ്രഹ്മാവ് കോപിഷ്ഠനായി. വാക്പോര് ആയുധപ്പോരിലേക്ക് മാറി. ബ്രഹ്മാവ് ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. അതിനെ തടുക്കുന്നതിനായി വിഷ്ണു പാശുപതാസ്ത്രം തൊടുത്തു. പാശുപതാസ്ത്രം അനന്തമായ ലോകമാകെ സഞ്ചരിക്കാൻ തുടങ്ങി. അതിനെ സംഹരിക്കാൻ വിഷ്ണുവിനോ ബ്രഹ്മാവിനോ കഴിയാതായി. അന്താളിച്ചു നിന്ന ഇരുവർക്കുമിടയിൽ ശിവലിംഗം ഉയർന്നു വന്നു. ശിവലിംഗത്തിൻ്റെ രണ്ടറ്റവും കാണാൻ കഴിയാതായി. അഗ്രങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ബ്രഹ്മാവ് മേലോട്ടും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു. വളരെ യാത്ര ചെയ്തിട്ടും അഗ്രങ്ങൾ കാണാൻ കഴിയാതെ രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് പാശുപതാസ്ത്രത്തെ ഉപസംഹരിച്ചു. അന്ന് മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർത്ഥി രാത്രിയായിരുന്നത്രേ. മേലിൽ ആ രാത്രി ശിവരാത്രി എന്നറിയപ്പെടണമെന്നും ഒരു വ്രതമായി അത് ആചരിക്കണമെന്നും ശിവൻ അരുളി ചെയ്തു. ശിവരാത്രിയുടെയും ശിവരാത്രി വ്രതത്തിൻ്റെയും ഐതിഹ്യമായി ശിവപുരാണത്തിൽ പറയുന്ന കഥ ഇതാണ്. ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ മറ്റു പാപം ചെയ്തവർക്ക് പോലും ശിവലോകം പ്രാപിക്കാമെന്നാണ് വിശ്വാസം. ശിവരാത്രി മാഹാത്മ്യത്തിൽ ഇത്തരം കഥകളുണ്ട്. ഒരു കഥ ഇതാണ്. സിന്ധുരാജ്യത്തെ ഒരു രാജാവിൻ്റെ കാര്യക്കാരനായ ഒരു ബ്രാഹ്മണൻ്റെ പുത്രൻ വളർന്നപ്പോൾ ദുർമാർഗിയായിട്ടാണ് ജീവിച്ചത്. ഒരു ചണ്ഡാല സ്ത്രീയെ വിവാഹം ചെയ്യുകയും അവർക്ക് 5 പുത്രന്മാരും 2 പുത്രിമാരും ഉണ്ടാവുകയും ചെയ്തു. 2 പുത്രിമാർ വളർന്നപ്പോൾ 2 പേരെയും ബ്രാഹ്മണൻ തൻ്റെ ഭാര്യമാരാക്കി. ഒരിക്കൽ ഒരു പുഷ്പം തേടി അയാൾക്ക് ദിവസങ്ങളോളം അലഞ്ഞ് നടക്കേണ്ടി വന്നു. അങ്ങനെ നാഗേശ്വരം എന്ന സ്ഥലത്തെത്തിച്ചേർന്നു. ഒരു ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അന്ന് അയാൾക്ക് കഴിച്ചുകൂട്ടേണ്ടി വന്നത്. ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയാൻ, അന്ന് ഒരു ശിവരാത്രി ദിനമായിരുന്നു. ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. യാദൃച്ഛികമായി അയാൾ അതിൽ പങ്കുകൊണ്ടു. കുറച്ചു നാളുകൾക്ക് ശേഷം അയാൾ മരിച്ചു. യമദൂതന്മാരും ശിവഭൂതന്മാരും അവിടെ എത്തി. ഇരുകൂട്ടരും തമ്മിൽ അവകാശ തർക്കമായി. എന്നാൽ ഒരു ദിവസം ശിവരാത്രി വ്രതത്തിൽ പങ്കുകൊണ്ട കാരണത്താൽ ശിവഭൂതന്മാർ തന്നെ വിജയിക്കുകയും ബ്രാഹ്മണൻ ശിവലോകം പ്രാപിക്കുകയും ചെയ്തു. ശിവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് മേൽപ്പറഞ്ഞ കഥ. നാട്ടിൻപുറങ്ങളിലെ ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശിവരാത്രി ദിവസം രാത്രി പൂർണ്ണമായും വെളുക്കുവോളം എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ സംഘടിപ്പിച്ചിരിക്കും. ഭക്തജനങ്ങൾ ഉറക്കൊഴിച്ച് എല്ലാം കണ്ട് പുലർച്ചയോടെയാവും വീടുകളിലേക്ക് മടങ്ങിപ്പോവുക.